യുക്രൈനിൽ വീണ്ടും റഷ്യയുടെ ആക്രമണം. ഇസ്തംബൂളിൽ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ചർച്ചയിൽ പുടിനും സെലൻസ്കിയും പങ്കെടുത്തിരുന്നില്ല. ഇസ്തംബൂളിൽ സമാധാന ചർച്ച കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് യുക്രൈനിൽ റഷ്യ ഡ്രോൺ ആക്രമണം നടത്തിയത്. സുമി പ്രവിശ്യയിൽ ബസിന് നേരെ നടന്ന ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. ഇസ്താംബൂളിലെ ചർച്ചയിൽ വെടിനിർത്തൽ ധാരണയിലെത്താൻ സാധിച്ചിരുന്നില്ല. യുക്രൈൻ 30 ദിവസത്തെ വെടിനിർത്തലാണ് ആവശ്യപ്പെട്ടത്. പകരമായി തങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും യുക്രൈൻ പൂർണ്ണമായി പിൻവാങ്ങണമെന്ന നിലപാടിൽ റഷ്യ ഉറച്ചുനിന്നു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ കരാറിൽ നിർണായക തീരുമാനമെടുക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമായിരുന്നു ആ ചർച്ച. എന്നാൽ 1000 യുദ്ധത്തടവുകാരെ വീതം കൈമാറാൻ മാത്രമാണ് ചർച്ചയിൽ ധാരണയായത്. 2 മണിക്കൂറിൽ താഴെ മാത്രം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലായിരുന്നു യുദ്ധത്തടവുകാരെ കൈമാറാനുള്ള നിർണായക തീരുമാനം. ചർച്ചയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോ പങ്കെടുത്തിരുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി പുടിനുമായി സംസാരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ഔദ്യോഗിക ട്രൂത്ത് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ശരാശരി 5000-ലധികം റഷ്യൻ യുക്രൈൻ സൈനികരാണ് ആഴ്ചയിൽ കൊല്ലപ്പെടുന്നത്. ഈ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കുന്നതിനായാണ് പുടിനുമായി സംസാരിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയോടും സംസാരിക്കുമെന്നും യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് കുറിച്ചു. നേറ്റോ നേതാക്കളുമായും സംസാരിക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ട്രംപിന്റെയും യൂറോപ്യൻ നേതാക്കളുടെയും സമ്മർദ്ദം കാരണമായിരുന്നു ഇരു നേതാക്കളും നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറായത്. നേരിട്ട് ചർച്ചകൾ നടത്താമെന്ന് പുടിൻ തന്നെയാണ് ആദ്യം നിർദ്ദേശിച്ചത്. പിന്നാലെ സെലൻസ്കിയും ഇതിന് സമ്മതിക്കുകയായിരുന്നു. പിന്നീട് റഷ്യൻ ഉപദേശകനായ വ്ളാഡിമിർ മെഡിൻസ്കിയാണ് ചർച്ചകളിൽ പങ്കെടുക്കുക എന്ന് പുടിൻ അറിയിച്ചതിന് പിന്നാലെ സെലൻസ്കിയും ചർച്ചയിൽ നിന്നും പിന്മാറി. യുക്രൈൻ പ്രതിരോധ മന്ത്രി റസ്റ്റം ഉമറോവാണ് യുക്രൈനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തത്. റഷ്യ ഒരു ഡമ്മി പ്രതിനിധി സംഘത്തെയാണ് ഇസ്തംബൂളിലേക്ക് അയച്ചതെന്ന് സെലൻസ്കി പരിഹസിച്ചിരുന്നു. 2022 പരാജയപ്പെട്ട ചർച്ചകളുടെ തുടർച്ചയായാണ് നടക്കാൻ പോകുന്നതെന്നും സെലൻസ്കി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ചർച്ചയിൽ പുടിൻ പങ്കെടുക്കാൻ വിസമ്മതിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു ട്രംപ് പ്രതികരിച്ചത്. ഇരു നേതാക്കളും പങ്കെടുക്കാത്ത ചർച്ചയിൽ വലിയ പ്രതീക്ഷകളൊന്നുമില്ല എന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രതികരിച്ചിരുന്നു. യുക്രൈന്റെ പാശ്ചാത്യ സഖ്യകക്ഷികളും റഷ്യയുടെ നിലപാടിനെ അപലപിച്ചു. സമാധാന ചർച്ചകളിലെ റഷ്യയുടെ നിലപാട് അസ്വീകാര്യമാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പ്രതികരിച്ചു. യൂറോപ്യൻ ഉച്ചകോടിക്കായി അൽബേനിയയിലെത്തിയതായിരുന്നു അദ്ദേഹം. UK, ഫ്രാൻസ്, ജർമ്മനി, പോളണ്ട് നേതാക്കൾ ട്രംപുമായി ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. പുടിൻ തുർക്കിയിലെത്തില്ലെന്ന് അറിയിച്ചതോടെയാണ് സെലൻസ്കിയും പിന്മാറിയത്. എന്നിരുന്നാലും US സമ്മർദ്ദത്തിന് വഴങ്ങി സെലൻസ്കി വ്യാഴാഴ്ച അങ്കാറയിലെത്തിയിരുന്നു.